അടുത്ത സമയത്തായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട് തന്നെ തിരുവനന്തപുരത്തായിരുന്നു. പുള്ളി അടുത്ത സമയത്തായിട്ട് വീട് വെച്ചതാണ്. അവരുടെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് 2 ബെഡ്റൂമാണ് അവിടെ ഉള്ളത്. താഴെയും മുകളിൽ 2 നില വീടാണ്. താഴെയും മുകളിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ ആ ബെഡ്റൂമില് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ബെഡ്റൂമിൽ അവർക്ക് കിടക്കാൻ പറ്റുന്നില്ല. അവിടെ അവർക്ക് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല, മനസ്സിനൊരു ഭാരം, എന്തെന്നില്ലാത്ത ഒരു ഫീലിങ്സ്. അവര് പല തവണകളിലും അവിടെ കിടന്നു നോക്കി, പക്ഷെ അവർക്കത് പറ്റുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ പെൺകുട്ടിയുടെ അച്ഛൻ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ ആ റൂമിൽ ഒരു ദിവസം കിടത്തി. ഇവര് കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ പുള്ളിയും പിറ്റേന്ന് എണീറ്റ് പറഞ്ഞ്, എനിക്കെന്തോ ആ റൂമിനകത്ത് കിടക്കാനായിട്ട് പറ്റുന്നില്ല, ഞാൻ കുറച്ചു നേരം കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, വല്ലാത്തൊരു മാനസികമായിട്ട് എന്തോ ഒരു പിരിമുറുക്കം പോലെയൊക്കെ തോന്നി, ഞാൻ അങ്ങനെ ഇറങ്ങി ഹാളിലാണ് കിടന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ്, നമ്മളും ആ റൂമിൽ കിടന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അച്ഛൻ്റെ അടുത്ത് പറയാതെ അച്ഛൻ അവിടെ കിടത്തിയത്. അപ്പോൾ അച്ഛൻ എന്ത് തോന്നുന്നു അറിയാനായിട്ടായിരുന്നു. അപ്പം ഇതെന്തോ ഒരു പ്രശ്നം ആ റൂമിനകത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ വിളിച്ച് ആ റൂം കാണിച്ചു. എന്നെ വിളിച്ച് ആ വീട് കാണിച്ചു. വീട് കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ വീടിന്റെ പ്ലാനൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അപ്പോൾ അവർ കിടക്കുന്ന റൂം നോർത്ത് വെസ്റ്റ് ഭാഗത്തെ റൂമാണ്. അപ്പോഴത്തേക്ക് നോർത്ത് വെസ്റ്റ് ഭാഗത്തെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ ആണ് ഞാൻ എഴുതിയാക്കുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഈ വീടിന്റെയും നോർത്ത് വെസ്റ്റ് ഭാഗത്ത് 25 എന്ന് പറഞ്ഞിട്ടൊരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഈ റൂമിനകത്ത് കിടന്നാൽ നിങ്ങൾക്ക് അസുഖങ്ങളാണെന്ന് പറഞ്ഞു. ആ പെൺകുട്ടിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇതിനകത്ത് കിടന്നാൽ ഇപ്പം ഇതിനകത്തുള്ള ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറഞ്ഞാൽ വളരെ മോശം നമ്പറാണ്. അപ്പൊ ഇതിനകത്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പോരെങ്കിൽ ഈ വർഷത്തെ ആനുവൽ സ്റ്റാർ 2 കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ വർഷം ഭയങ്കര ദോഷമാണ് ഈ റൂം, കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു, ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ എന്തുകൊണ്ട് ഈ സൗത്ത് വെസ്റ്റ് റൂം ഒഴിച്ചിട്ടിട്ട് നിങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നു, സൗത്ത് വെസ്റ്റ് റൂമിലോട്ട് മാറൂ. അപ്പൊ അവരും 2 കൊച്ചു കുട്ടികളെ ഉള്ളൂ, സൗത്ത് വെസ്റ്റ് ബെഡ്റൂമിലോട്ട് മാറൂ എന്ന് പറഞ്ഞു. അത് സൗത്ത് വെസ്റ്റ് ബെഡ്റൂമിൽ കിടന്നപ്പോൾ ഇന്നണക്കുള്ള പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് പെൻഡിൽ ഉപയോഗിച്ച് നോക്കി. പെൻഡിൽ ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്തൊരു നെഗറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഭൂമികളിൽ ഭൂമിക്ക് അടിയിൽ ഉണ്ടാവുന്ന ഒരു ജിയോപതിക് സ്ട്രെസ് ഉണ്ട് ചില പർട്ടിക്കുലർ സ്ഥലത്ത്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ചില ഏരിയയിലേക്ക് പോകുമ്പോൾ ഒരു കറക്റ്റ് ഒരു ഏരിയയിൽ സ്ഥിരമായിട്ട് ആക്സിഡന്റുകൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു സ്ഥലത്തുണ്ടാവുന്ന ഒരു എനർജി, ഭൂമിക്ക് അടിയിൽ ഉണ്ടാവുന്ന ഒരു എനർജിയാണ് അതിന് കാരണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ചില വൃക്ഷങ്ങൾ ഒരുപാട് മുരടിച്ച് ഒരുപാട് മുഴ പോലെയൊക്കെ വന്ന് നിൽക്കുന്ന ഒരു എനർജി ഉണ്ട്. ഇത് ഇത്തരത്തിലുള്ള ഒരു ജിയോപതിക് സ്ട്രെസ് ഉള്ള ഒരു ഏരിയയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഭൂമിക്കടിയിലും ആ ഒരു നെഗറ്റീവ് എനർജി ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ ഇവരിത് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പെൻഡിലൊക്കെ വെച്ച് നോക്കി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എനർജി ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അതിന് വേണ്ടുന്ന റെമഡികളെല്ലാം പറഞ്ഞു കൊടുത്തു. അവർ ആ റെമഡി അപ്പോഴത്തന്നെ ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള ടൂളുകൾ ഞാൻ കൊടുത്തു. പക്ഷെ ഇപ്പൊ ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ട്? ഇല്ല, ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഇപ്പൊ നമ്മൾ ആ റൂമിലാണ് കിടക്കുന്നത്, അന്ന് വന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് പോയതിനു ശേഷം ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഇത്തരത്തിലുള്ളൊരു എനർജി മൂലവും ഇങ്ങനെ സംഭവിക്കാം. ഭൂമിക്ക് അടിയിലുണ്ടാവുന്ന ചില എനർജി മൂലവും ഇത്തരത്തിൽ സംഭവിക്കാം. അതുപോലെ ചില റൂമുകളുടെ എനർജി, ചില റൂമുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ ഒരു ഫ്ലൈങ് സ്റ്റാർ കോമ്പിനേഷൻ ഉണ്ട്, 25 കോമ്പിനേഷൻ ആണ്. ഈ റൂമിലായിരുന്നു അവർ കിടന്നിരുന്നത്. അപ്പൊ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പോരെങ്കിൽ ഈ വർഷവും കൂടി 2 വന്നിട്ടുണ്ട്. അപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് കൂടുതൽ കൂടാം. അപ്പൊ ഇത് മൂലം അവർക്ക് ഇങ്ങനെ സംഭവിക്കാം. ഇനി ടോട്ടൽ ലോസിന് കാരണമാവുന്ന ഈ വീട്ടിലെന്നല്ല എല്ലാ വീട്ടിലും ഉണ്ട്. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഈ റൂം ഉപയോഗിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരുപാട് പ്രശ്നങ്ങളെ നമ്മളിങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം നമ്മുടെ വിധിയാണ്, അല്ലെങ്കിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്, ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതെല്ലാം അനുഭവിക്കുകയാണ്. അല്ല, ഈ റൂമിൽ കടന്നാൽ ടോട്ടൽ ലോസ് ആണ്. അപ്പൊ ഈ റൂമിൽ കടന്ന് ടോട്ടൽ ലോസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ റൂമിൽ നിന്നും അവർ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മറ്റൊരു റൂമിലേക്ക് മാറിയാൽ, ചുരുക്കി പറഞ്ഞാൽ ഈ റൂമിലേക്ക് മാറിയാൽ എവിടെ പ്രശ്നവും സോൾവ് ആവും. ഈ റൂമിൽ കിടക്കുന്നത് മൂലമാണ് ഇവരുടെ പ്രശ്നമെന്നുണ്ടെങ്കിൽ ഈ റൂമിൽ നിന്നും മാറി ഈ ഒരു കോമ്പിനേഷനുള്ള റൂമിലേക്ക് മാറുമ്പോൾ അവരുടെ പ്രശ്നവും സോൾവ് ആവും. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. ഒന്നെന്ന് പറയുന്നത്, ആ റൂമിൽ ഭൂമിക്ക് അടിയിൽ ഉണ്ടാവുന്ന ജിയോപതിക് സ്ട്രെസ് അവരെ ബാധിക്കും. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതേസമയം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കെടുത്ത് ഓരോ റൂമിലും വരുന്ന എനർജി മോശം എനർജിയാണ്. അതായത് ഷെങ്ചിയും ഷാർച്ചിയും ഉണ്ട്. അപ്പൊ ഷെങ്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചി, ഷാർച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ചി. അപ്പൊ ഷെങ്ചി ആണെങ്കിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ഷാർച്ചി ആണെങ്കിലോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അത് ആ റൂമിന്റെ ഫ്ലൈങ് സ്റ്റാറിനൂടെ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്.
ഇപ്പോൾ ഇത്തരത്തിലൊരു എനർജി ഉണ്ട്, ഇന്ന കാര്യങ്ങളുണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ളവർ നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യുക. ഉറപ്പായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് ഫെങ്ഷിയുടെ ചില ടൂളുകൾ നോക്കാം. ഇത് ഒരു മണി ഫ്രോഗ് ആണ്. ഇത് വെൽത്ത് ലെക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ ടവറാണ്. ഇത് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കാം. കപ്പിൾസിന്റെ ഐക്യത്തിന് വേണ്ടി മാൻഡേരിയൻ ഡെക്ക് ഉപയോഗിക്കാം. വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്നും വീടിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പ്രധാന ഡോറിലോട്ട് നോക്കി നമുക്ക് ആരെ വെക്കാം? ക്വാൻ കുങ്ങിനെ വെക്കാം. KWANKUNG, ക്വാൻ കുങ്. അപ്പോൾ ഇത്തരം ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാം.